കോഴിക്കോട് രൂപത അതിരൂപതയായി മാറുകയാണ്. ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ ഏപ്രിൽ മാസം 12-നാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയാക്കിയും കോഴിക്കോട് മെത്രാൻ അതിൻ്റെ മെത്രാപ്പോലിത്തയാക്കിയും നിയോഗിച്ചത്. 3 മണിക്കാണ് സ്വീകരണം വെച്ചിരിക്കുന്നത്. അതിനുശേഷം സ്ഥാനാരോഹണ കർമ്മങ്ങൾ നടക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് മാർപ്പാപ്പയുടെ പ്രതിനിധിയായ ലിയോപോൾഡോ ജിറെല്ലി, അപ്പസ്തോലിക് നുൻസിയോ ആണ്. അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. ധാരാളം വൈദികർ, സന്യസ്തർ, അൽമായർ, മെത്രാന്മാർ, കർദിനാളന്മാരൊക്കെ വരുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ, മതനേതാക്കൾ, സാംസ്കാരിക നായകന്മാരെല്ലാവരും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം വളരെ സ്നേഹത്തോടുകൂടി വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഈ മഹനീയ സ്ഥാനത്തെ പിതാവ് എങ്ങനെയാണ് കാണുന്നത്? ഈ സ്ഥാനത്ത് ഞാൻ കാണുന്നത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. അതായത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നതോ അല്ല, മറിച്ച് ദൈവം എനിക്ക് തന്നു, ഞാനത് ഏറ്റെടുത്തു. ഇതൊരിക്കലും നമുക്ക് വാങ്ങിയെടുക്കാവുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പം ദൈവം ഇടപെട്ട് പാപ്പായിലൂടെ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. പക്ഷേ ഈ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്. വൈദികർ, സന്യസ്തർ, അൽമായർ, ഇവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. അവരൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് ഇവിടം വരെ ഉയരാൻ സാധിച്ചു. എന്തിനധികം നിങ്ങൾ റിപ്പോർട്ടേഴ്സ് തന്നെ, പത്രപ്രവർത്തകർ, ടെലിവിഷൻകാർ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുകയും എനിക്കറിയാം എന്നെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ ഇതിനകത്തൊരു ഘടകമായിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. രാഷ്ട്രീയ മേഖലയിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പദവിയാണ്. ഈ ഒരു പദവി എങ്ങനെയാണ് താങ്കൾ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ഇടവകയ്ക്ക് വേണ്ടി? അതെ, ഈ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സമീപന രീതി. ഒരിക്കലും നമ്മൾ അനാവശ്യമായി രാഷ്ട്രീയക്കാരെയോ മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. അതേസമയം എന്തെങ്കിലും ജെനുവിനായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം അവരുടെ അടുത്ത് പറഞ്ഞ് അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നോക്കും. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഈ പാവപ്പെട്ടവരിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക്, ദരിദ്രരിലേക്ക് കടന്നു ചെല്ലാനുള്ള അതിന് എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നത് അത് നീക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഈ മുനമ്പം വിഷയം അടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയവും കൂടിയാണ്. അത് എങ്ങനെ പരിഹരിക്കാനാവും ഈ സമയത്ത്? മുനമ്പം വിഷയം എല്ലാവരും വിചാരിച്ചത് അത് വേഗം തന്നെ തീർക്കാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് പോലും വിചാരിച്ചത് അങ്ങനെ. അതിൻ്റെ പേരിലാണല്ലോ ഒരു കമ്മീഷനൊക്കെ വെച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് ഒരു ബില്ല് പാസ്സാക്കുകയുണ്ടായി. എന്നിട്ടും മുനമ്പം പ്രശ്നം തീർന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതാണ്ട് 600-ലധികം കുടുംബങ്ങൾ ഇന്ന് കഷ്ടസ്ഥിതിയിലാണ്. പക്ഷേ പലരും നടത്തുന്ന ഒരു വാഗ്ദാനം ഇതാണ്, അവരൊരിക്കലും ഇറക്കി വിടില്ല എന്നുള്ളത്. അത് നമുക്കൊരു സാന്ത്വനമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് മക്കളെ പഠിപ്പിക്കാൻ, വേറെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാൻ കുറച്ച് പണം ബാങ്കിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടില്ല. അത് കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ക്ലിയർ ആക്കണം. ആ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആക്കുന്ന പ്രക്രിയയിൽ ഗവൺമെൻറ്റിന് അതുപോലെ മതനേതാക്കൾക്ക് ഒക്കെ വളരെയധികം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ കാര്യങ്ങൾ അവർ തന്നെ രംഗത്ത് വന്ന് ഈ പാവങ്ങൾക്ക് വേണ്ടി വാദിച്ച് അത് എന്താണ് നിയമം അനുശാസിക്കുന്നത് വെച്ചാൽ അത് നോക്കിയിട്ട് അത് ചെയ്തു കൊടുക്കാൻ നോക്കണമെന്നുള്ളതാണ്. എന്തായാലും ഈ പുതിയ സ്ഥാനലബ്ധിയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ബിഷപ്പ് തൻ്റെ നിലപാട് അറിയിക്കുകയാണ്. കാരണം താൻ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട്, അതോടൊപ്പം തന്നെ സാമൂഹികവും സാംസ്കാരികമായ നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.